ഹലോ, നമ്മൾ ഇന്ന് പഠിക്കുന്ന പ്രിപ്പോസിഷൻ ടിൽ ആൻഡ് അണ്ടിലാണ്. ഇവ രണ്ടും ഉപയോഗിക്കുന്നത് മലയാളത്തിൽ വരെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കൂടാതെ ടില്ലും അണ്ടിലിനും ഒരേ മീനിങ് ആയതുകൊണ്ട് തന്നെ ടിൽ യൂസ് ചെയ്യുന്നത് ഇൻഫോർമൽ ആയിട്ടുള്ള സിറ്റുവേഷനിലും അണ്ടിൽ യൂസ് ചെയ്യുന്നത് ഫോർമൽ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ്. ഈ രണ്ട് സെൻറ്റൻസുകളും ഓക്കെ. വി വിൽ വെയിറ്റ് അണ്ടിൽ മൺഡേ, മൺഡേ വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യും. വി വിൽ വെയിറ്റ് ടിൽ മൺഡേ, മൺഡേ വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യും. ഇവിടെ രണ്ട് സെൻറ്റൻസുകളുടെ മീനിങ് സെയിം ആണ്. എന്നാൽ രണ്ട് സെൻറ്റൻസുകൾ തമ്മിലുള്ള വ്യത്യാസം, ഫസ്റ്റ് സെൻറ്റൻസിൽ മൺഡേ വരെ എന്ന് പറയാൻ അണ്ടിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് സെൻറ്റൻസിൽ മൺഡേ വരെ എന്ന് പറയാൻ ടില്ലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഗ്രാമാറ്റിക്കലി രണ്ട് സെൻറ്റൻസുകൾ കറക്റ്റാണ്. അണ്ടിൽ യൂസ് ചെയ്യുന്നത് ഫോർമൽ ആയിട്ടുള്ള യൂസിനാണ്, അതായത് എഴുതുമ്പോഴൊക്കെയാണ്. ടിൽ യൂസ് ചെയ്യുന്നത് ഇൻഫോർമൽ യൂസിനാണ്, അതായത് പറയുമ്പോഴൊക്കെ. ഇവിടെ അണ്ടിലിനും ടില്ലിനും ശേഷം വന്നിരിക്കുന്ന മൺഡേ ഒരു നൗൺ ആണ്. ടില്ലിനും അണ്ടിലിനും ശേഷം ഒരു നൗൺ ആണ് വരുന്നെങ്കിൽ ഇവിടെ അണ്ടിലും ടില്ലും വർക്ക് ചെയ്യുന്നത് ഒരു പ്രിപ്പോസിഷൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കൂടാതെ ഇവിടെ മൺഡേ എന്ന് പറയുന്ന ഒരു ടൈമിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് മൺഡേ വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. മൺഡേ വരെ, മൺഡേക്ക് അപ്പുറത്തേക്ക്, ചൊവ്വാഴ്ചത്തേക്ക്, ട്യൂസ്ഡേയിലേക്ക് പോവില്ലത്. മൺഡേ വരെ, ആ ഒരു സമയം വരെയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുള്ളൂ. ഐ വാച്ച്ഡ് മൂവീസ് അണ്ടിൽ മിഡ് നൈറ്റ്, മിഡ് നൈറ്റ് വരെ ഞാൻ മൂവീസ് കണ്ടു. ഇവിടെ മിഡ് നൈറ്റ് വരെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അണ്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അണ്ടിലിന് പകരം ടില്ല് യൂസ് ചെയ്താലും സെയിം മീനിങ് തന്നെയാണ്, ഗ്രാമാറ്റിക്കലി കറക്റ്റുമാണ്. ഇവിടെ മിഡ് നൈറ്റ് വരെ മൂവീസ് കണ്ടു എന്നാണ് പറയുന്നത്. അതായത് മിഡ് നൈറ്റ് എന്നൊരു ടൈമിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് 12 മണി വരെ ഞാൻ മൂവീസ് കണ്ടു, 12 മണി കഴിഞ്ഞ് ഞാൻ മൂവീസ് കണ്ടിട്ടില്ല എന്നാണ് അവിടെ പറയുന്നത്. ആ ഒരു സമയത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ ഒരു ടൈം വരെയാണ് മൂവീസ് കണ്ടത്. കൂടാതെ ഈ അണ്ടിലിന് ശേഷം വന്നിരിക്കുന്നത് ഒരു നൗൺ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അണ്ടിൽ പ്രിപ്പോസിഷൻ ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഇവിടെ അണ്ടിലിന് പകരം ടില്ലും യൂസ് ചെയ്താലും സെയിം മീനിങ് തന്നെയാണ് വരുന്നത്. മൈ ബ്രദർ പ്ലേഡ് ടിൽ 8 o'clock, എൻ്റെ അനിയൻ 8 മണി വരെ കളിച്ചു. ഇവിടെ 8 മണി വരെ എന്ന് പറയാനാണ് ടില്ല് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ടില്ലിന് പകരം ഇവിടെ അണ്ടിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ 8 മണി വരെ, ആ ഒരു സമയത്തെ പറയാനാണ്. 8 മണി വരെയാണ് എൻ്റെ അനിയൻ കളിച്ചത്, 8 മണിക്ക് അപ്പുറത്തേക്ക് പോയിട്ടില്ല എന്നാണ് പറയുന്നത്. കൂടാതെ ഈ 8 o'clock എന്ന് പറയുന്നത് ഒരു നൗൺ ആയതുകൊണ്ട് തന്നെ ടില്ലിന് ശേഷമാണ് ഈ നൗൺ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ടില്ല് ഒരു പ്രിപ്പോസിഷൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ദ ഷോപ്പ് വിൽ ബി ഓപ്പൺ ഫ്രം 9 AM അണ്ടിൽ 9 PM. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും. ഇവിടെയും ടൈമിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അണ്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ എന്ന് പറയാനാണ് അണ്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ അണ്ടിലിന് പകരം നമുക്ക് ടില്ല് യൂസ് ചെയ്യാവുന്നതാണ്. ഈ അണ്ടിലിന് ശേഷം ഒരു നൗൺ ആണ് ഫോളോ ചെയ്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ അണ്ടിൽ പ്രിപ്പോസിഷൻ ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ദ ഷോപ്പ് വിൽ ബി ക്ലോസ്ഡ് ടിൽ 4 PM. വൈകിട്ട് 4 മണി വരെ കട ക്ലോസ്ഡ് ആയിരിക്കും. ഇവിടെ വൈകിട്ട് 4 മണി വരെ എന്ന് പറയാനാണ് ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇത്ര നേരം പറഞ്ഞ സെൻറ്റൻസുകളിലെല്ലാം ഒരാക്ഷൻ കണ്ടിന്യൂ ചെയ്ത് കൃത്യമായി അവസാനിക്കുന്ന ടൈമിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഈ ഒരു ഷോപ്പ് 4 മണി വരെ, ആ ഒരു പറയുന്ന ടൈം വരെ ക്ലോസ്ഡ് ആയിരിക്കും. അതായത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ കണ്ടിന്യൂ ചെയ്ത് വൈകിട്ട് 4 മണി വരെ ആ ഒരു ഷോപ്പ് ക്ലോസ്ഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും. അതായത് രാവിലെ 9 മണി വരെ മുതൽ ഓപ്പൺ ആയിട്ടുള്ള ആ ഒരു ആക്ഷൻ കണ്ടിന്യൂ ചെയ്ത് രാത്രി 9 മണിക്ക് അവിടെ അവസാനിക്കുന്നുണ്ട്. ഒരു ആക്ഷൻ കണ്ടിന്യൂ ചെയ്ത് കൃത്യമായി അവസാനിക്കുന്ന ടൈമിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാ ടില്ല് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇത്ര നേരം അണ്ടിലിനെയും ടില്ലിനെയും പ്രിപ്പോസിഷനായിട്ട് യൂസ് ചെയ്യാനാണ് പഠിച്ചത്. പ്രിപ്പോസിഷനായിട്ട് യൂസ് ചെയ്യുമ്പോൾ അണ്ടിലിനും ടില്ലിനും ശേഷം വരുന്നത് ഒരു നൗൺ ആയിരിക്കും. ഇനി നമ്മൾ അണ്ടിലിനെയും ടില്ലിനെയും ഒരു കൺജങ്ഷൻ ആയിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. കൺജങ്ഷൻ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഈ അണ്ടിലും ടില്ലും കണക്ട് ചെയ്യുന്നത് രണ്ട് സെൻറ്റൻസുകളെ അല്ലെങ്കിൽ രണ്ട് ക്ലോസുകളെ ആയിരിക്കും. ഐ വിൽ സ്റ്റേ ഹിയർ അണ്ടിൽ ഹി കംസ്, അവൻ വരുന്ന വരെ ഞാനിവിടെ നിൽക്കും. ഇവിടെ രണ്ട് സെൻറ്റൻസുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അണ്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്.
നമ്മൾ നേരത്തെ അണ്ടിലും ടില്ലും പ്രിപ്പോസിഷനായിട്ട് യൂസ് ചെയ്യുമ്പോൾ അണ്ടിലിനും ടില്ലിനും ശേഷം വരുന്നത് ഒരു നൗൺ ആയിരിക്കും. എന്നാൽ ഇവിടെ നോക്കിയേ, അണ്ടിലിന് ശേഷം വന്നിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ്, അതിനുശേഷം വെർബാണ്. അതേപോലെ അണ്ടിലിന് മുമ്പിലുള്ള സെൻറ്റൻസിലും ഒരു സബ്ജക്റ്റും വെർബാണ് വന്നിരിക്കുന്നത്. ഈ രണ്ട് സെൻറ്റൻസുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അണ്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ കണ്ടീഷൻ എന്താ? അവൻ വരുന്ന വരെ ഞാനിവിടെ നിൽക്കും എന്നാണ് പറയുന്നത്. രണ്ട് സെൻറ്റൻസും ഫ്യൂച്ചറിനെ കുറിച്ച് കാണിക്കുന്നതാണ്. അതായത് ഞാൻ ഇപ്പം പറയുന്ന ടൈമിൽ ഞാൻ പറയണം ഐ വിൽ സ്റ്റേ ഹിയർ, ഞാൻ ഇവിടെ നിൽക്കും. അതായത് ഞാൻ ഈ പറയുന്ന സമയം മുതൽ ഞാൻ അവിടെ നിൽക്കും. എപ്പോൾ വരെയാണ്? അവൻ വരുന്ന വരെ. അവൻ ഇതുവരെയായിട്ട് വന്നിട്ടില്ല, അവൻ വരുന്ന വരെ. ഇപ്പം സമയം ഒരു 7:30 എന്ന് വിചാരിക്കും. ഞാൻ ഈ സമയത്താണ് പറയുന്നത്. അവൻ വരുന്ന വരെ ഞാനിവിടെ നിൽക്കും എന്ന് പറയുന്നത് 7:30-ക്കാണ്. എന്നാൽ അവൻ വരുന്നത് 8 മണിക്കാണെങ്കിൽ ഞാൻ ആ 8 മണി വരെ ആ ആക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് അവൻ വരുന്നത് 8 മണിക്കാണ്, ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നത് 7:30 മുതലാണ്. അപ്പോൾ ആ ഒരു 8 മണി വരെ ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നു എന്നുള്ളൊരു ആക്ഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അണ്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വി വെർ വെയിറ്റിംഗ് ടിൽ ഹി കെയിം. അവൻ വരുന്നവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഇവിടെ രണ്ട് സെൻറ്റൻസുകൾ അല്ലെങ്കിൽ രണ്ട് ക്ലോസുകൾ തമ്മിൽ കണക്ട് ചെയ്യാനാണ് ടില്ല് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് സെൻറ്റൻസുകൾ പാസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. വി വെർ വെയിറ്റിംഗ്, ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ടിൽ ഹി കെയിം, അവൻ വരുന്നവരെ. ഇവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്നൊരു ആക്ഷനെ കുറിച്ച് പറയുന്നതാണ്. എപ്പോൾ വരെ? അവൻ വരുന്നവരെ. അതായത് അവൻ വരുന്നവരെ ഞങ്ങളൊരു ആക്ഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുകയായിരുന്നു. അവൻ വന്നപ്പോൾ ആ ഒരു ആക്ഷൻ എൻഡായി. ഏതോ ഒരു ടൈം മുതൽ ഞങ്ങൾ അവന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. അവൻ വന്നപ്പോൾ ആ ആക്ഷൻ അവിടെ നിന്നു. അതായത് പാസ്റ്റിലെ ആ ആക്ഷൻ കണ്ടിന്യൂ ചെയ്ത് അത് പാസ്റ്റിൽ തന്നെ അവസാനിച്ചു. വി കാൺ ഗോ ഹിയർ അണ്ടിൽ ഷീ ഹാസ് ഫിനിഷ്ഡ് സ്റ്റഡി. അവൾ പഠിച്ചു തീരുന്നവരെ നമുക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല. ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസിലുള്ള ഒരു ആക്ഷനെ കുറിച്ചാണ് പറയുന്നത്. അതായത് അവൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൾ പഠിച്ചു കഴിഞ്ഞിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ആക്ഷനാണ്. അവൾ പഠിച്ച് കഴിയുന്നത് എപ്പോഴാണോ അപ്പോഴാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ആ ഒരു ആക്ഷൻ എപ്പോഴാണോ കംപ്ലീറ്റ് ആവുന്നത് അതുവരെ നമുക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല എന്നാണ് പറയുന്നത്.